മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട ഒരു MP ആയിട്ടുള്ള ശശി തരൂര് രംഗത്തെത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ നടന്നിട്ടുള്ള ഒരു ചർച്ചയിലായിരുന്നു അദ്ദേഹം തുറന്ന് യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഞാൻ അതിവിടെ ഒന്ന് കൊടുക്കാം, അതിനുശേഷം അതിന്റെ പരിഭാഷയും ഒന്ന് മുന്നോട്ട് വെക്കാം. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. Given the state of play right now with Russia and Ukraine and this conflict and President Trump's position, are you glad that India took the position it did? I mean, it carried on buying Russian oil and gas, for example. Yes, I'm still wiping the egg off my face because I was the one person in the parliamentary debate who actually criticized the Indian position at the time, back in February 22, on the well-worn grounds that Espen will understand, because he and I talked about all this in my UN days, that there was a violation of the UN Charter, that there had been a violation of the principle of the inviolability of borders, of the sovereignty of a member state, namely Ukraine, and we had always stood for the inadmissibility of the use of force to settle international disputes, and all of those principles, I said, had been violated by one party and we should have condemned it. Well, a couple of years later, 3 years later, it does look like I'm the one with egg on my face, because clearly the policy has meant that India has actually a prime minister who can hug both the president of Ukraine and the president of Moscow 2 weeks apart and be accepted in both places. And therefore, India is in a position where it can make a difference to a lasting peace if it was so required. In ways that very few countries would be able. നിങ്ങൾ കേട്ടില്ലേ? ഞാൻ അതിന്റെ പരിഭാഷ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. വളരെ ചുരുക്കിയാണ് പരിഭാഷ മുന്നോട്ട് വെക്കുന്നത്. റഷ്യയുമായും യുക്രൈനുമായുമുള്ള ഇപ്പോഴത്തെ അവസ്ഥയും ഈ സംഘർഷവും പ്രസിഡന്റ് ട്രംപിന്റെ നിലപാടും കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യ ആ നിലപാട് സ്വീകരിച്ചതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? ഉദാഹരണത്തിന് റഷ്യയിൽ നിന്ന് എണ്ണയും വാതകവും വാങ്ങുന്നത് അവർ തുടർന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിനു മറുപടിയായിട്ട് ശശി തരൂര് പറയുന്നതാണ്, അതെ, 2022 ഫെബ്രുവരിയിൽ പാർലമെന്ററി ചർച്ചയിൽ ഇന്ത്യൻ നിലപാടിനെ വിമർശിച്ച ഒരേ ഒരു വ്യക്തി ഞാനായിരുന്നതിനാൽ ഞാൻ ഇപ്പോൾ അതിൽ ഖേദിക്കുകയാണ്. UN ചാർട്ടറിന്റെ ലംഘനം, അംഗരാജ്യമായ ഉക്രൈനിന്റെ പരമാധികാരത്തിന്റെ അതിർത്തികളുടെ അപ്രാപ്യതയുടെ തത്വത്തിന്റെ ലംഘനം എന്നിവ നടന്നത്, ഇതെല്ലാം എസ്പെന് മനസ്സിലാകും. കാരണം UN ദിവസങ്ങളിൽ ഞാനും അദ്ദേഹവും ഇതെല്ലാം സംസാരിച്ചിരുന്നു. അന്താരാഷ്ട്ര തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് ബലപ്രയോഗം അനുവദനീയമല്ലെന്നും ഞാൻ പറഞ്ഞ എല്ലാ തത്വങ്ങളും ഒരു കക്ഷി ലംഘിച്ചുവെന്നും ഞങ്ങൾ എപ്പോഴും വാദിച്ചിരുന്നു. ഞങ്ങൾ അതിനെ അവഗണിക്കണമായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എന്റെ വിമർശനം തെറ്റായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നു. കാരണം 2 ആഴ്ച ഇടവേളയിൽ ഉക്രൈൻ പ്രസിഡന്റിനെയും മോസ്കോ പ്രസിഡന്റിനെയും കെട്ടിപ്പിടിക്കാനും രണ്ടിടത്തും അംഗീകരിക്കപ്പെടാനും കഴിയുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്കുണ്ടെന്ന നയം വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ ശാശ്വത സമാധാനം സ്ഥാപിക്കുന്നതിന് ഒരു മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു സ്ഥാനത്താണ് ഇന്ത്യ. അതിന് കഴിയുന്ന ചുരുക്കം ചില രാജ്യങ്ങളെ ഉള്ളൂ. ഞാൻ ആ ഒരു ചർച്ചയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ശശി തരൂര് വളരെ വ്യക്തമാക്കി മുന്നോട്ട് വെക്കുന്നത്, ലോകത്ത് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ പോലും ഒരു സമാധാനത്തിലേക്ക്, ഒരു പരിഹാരത്തിലേക്ക് എത്താൻ നമ്മുടെ രാജ്യത്തിന് സാധിക്കുന്നു. അത് ഞാൻ എടുത്ത നിലപാട് 2022 ഫെബ്രുവരിയിൽ ഞാൻ ഇതിനെ ശക്തമായിട്ട്, നരേന്ദ്രമോദിയുടെ നിലപാടിനെ ശക്തമായിട്ട് എതിർത്തിരുന്നു. ഞാൻ അതിൽ ദുഃഖിക്കുന്നു. കൃത്യമായിട്ട് പറഞ്ഞു, ഞാൻ അന്ന് എടുത്ത തീരുമാനം തെറ്റായിരുന്നു. മോദി തന്നെയായിരുന്നു ശരി. രാജ്യത്തിന്റെ കേന്ദ്ര സർക്കാരിന്റെ വിദേശ നയം ശരിവെച്ചുകൊണ്ടാണ് പ്രതിപക്ഷ ഒരു MP രംഗത്ത് വന്നത് എന്നുള്ളത് സകല ആളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയണം. ഇത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അങ്ങ് സഹിക്കുമോ? ശശി തരൂർ ഈ ചർച്ചയൊക്കെ കഴിഞ്ഞ് കേരളത്തിലേക്ക് എത്തിയ സമയത്തേക്ക് ചാടി വീണിലെ സകല മാധ്യമങ്ങളും. ആ മാധ്യമങ്ങൾക്ക് കിടിലൻ ഒരു മറുപടി കൂടിയാണ് ശശി തരൂർ കൊടുക്കുന്നത്. ഞാൻ അതും കൂടി ഒന്ന് ഇവിടെ കൊടുക്കാം, നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അത് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാൻഡ് അങ്ങനെ ആയിരുന്നില്ല. കാരണം ഞാനാണ് പറഞ്ഞത് UN ചാർട്ടറും സ്റ്റേറ്റ് സോവറിറ്റിയും ഈ ബോർഡേഴ്സിനെ വയലേറ്റ് ചെയ്തു. ഇതിനൊക്കെ നമ്മൾ റഷ്യയുടെ എതിരെ നിൽക്കുന്നു. അപ്പോൾ റഷ്യയുടെ എതിരെ നിൽക്കാത്ത കാര്യം 2 ഭാഗത്തും നല്ല സമ്പർക്കമുണ്ട്, അത്രയേ ഉള്ളൂ. ഇത് വലിയൊരു അതിശയമുള്ള കാര്യം. ഞാൻ ഒരു ഭാരതീയനായിട്ട് സംസാരിച്ചൊരു വിഷയമാണ്, പക്ഷെ ഇതിൽ രാഷ്ട്രീയം ഞാൻ കാണുന്നില്ല. യെസ്, അതാണ്. അതായത് ശശി തരൂർ വ്യക്തമായിട്ട് മാധ്യമങ്ങളോട് പറയാണ്, ഞാനൊരു ഭാരതീയനാണ്, എനിക്ക് എന്റെ രാജ്യമാണ് വലുത് എന്നൊരു സന്ദേശമാണ് ശശി തരൂർ തുറന്നു പറയുന്നത്.
എന്റെ ഭാരതം, എന്റെ രാജ്യം ലോകത്ത് ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് ഏതൊരു വിഷയം നടന്നാലും അതിൽ പരിഹാരം കണ്ടെത്താൻ എന്റെ രാജ്യത്തിന് സാധിക്കുന്നു. അതിന് നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്നു. ഇതൊരു പൗരൻ അഭിമാനിക്കാവുന്നത് തന്നെയാണ്. ഇത് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങൾക്കും സഹിക്കുമോ? നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നത് വലിയ പ്രശ്നമാണല്ലോ ഇവിടെ പല ആളുകൾക്കും. അപ്പോ വളരെ വ്യക്തമായിട്ട് ശശി തരൂർ പറയുന്നു, ഒരു ഭാരതീയൻ എന്ന നിലയ്ക്കാണ് ഞാൻ ആ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. നമ്മുടെ രാജ്യത്തിന്റെ നേട്ടത്തെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം വിമർശിച്ചത് പോലും തെറ്റായിരുന്നു എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിച്ചിരിക്കുന്നു. ഇനി ഇവിടെ പ്രധാനപ്പെട്ടൊരു വിഷയം മുന്നോട്ട് വെക്കാനുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഒക്കെ ചോദിക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ നിരന്തരം കാണാറുണ്ട് പല ചർച്ചകളിൽ പോലും. അത്തരം ആളുകളൊക്കെ വ്യക്തമാക്കി തന്നെ തിരിച്ചറിഞ്ഞോളൂ, എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ സ്വന്തമാക്കിയിട്ടുള്ള ശശി തരൂര് 2022 രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തൊരു ദീർഘവീക്ഷണം കണ്ട് വിമർശിച്ചിട്ടും നരേന്ദ്രമോദി ആ ഒരു ദീർഘവീക്ഷണത്തോടെ എടുത്തതായിരുന്നു ആ ഒരു നിലപാടാണ് ശരിയെന്ന് സകല സർട്ടിഫിക്കറ്റുകളും മിക്കവാറും സർട്ടിഫിക്കറ്റുകളൊക്കെ സ്വന്തമാക്കിയിട്ടുള്ള ശശി തരൂര് പോലും മനസ്സിലാക്കുന്നത് 2025 എത്തുമ്പോയാ. അപ്പോ ഇവിടെ സർട്ടിഫിക്കറ്റ് ചോദിച്ച് നടക്കുന്ന സകല ആളുകളും മനസ്സിലാക്കുക, മിക്കവാറും സർട്ടിഫിക്കറ്റ് ഉള്ള ശശി തരൂര് പോലും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണമുള്ള നിലപാടുകളെ അഭിനന്ദിക്കുന്നു. ശശി തരൂരിന് പോലും അദ്ദേഹത്തിന്റെ ചില നിലപാടുകൾ അറിയാൻ വർഷങ്ങൾ കാത്തിരുന്നു. ഇതൊക്കെ ബോധത്തോടു കൂടി തന്നെ ഈ രാജ്യത്തെ ഓരോ പൗരന്മാരും തിരിച്ചറിയുക. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങള് നമ്മുടെ രാജ്യത്തിന്റെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത്. അത് ശശി തരൂരിന് പോലും വർഷങ്ങൾക്ക് ശേഷമാണ് മനസ്സിലാകുന്നത് എങ്കിൽ സകല സാധാരണക്കാരും ഉറപ്പിച്ചോളൂ, നമ്മുടെ വിദേശ നയമൊക്കെ 100% വ്യക്തമാക്കി നമ്മുടെ രാജ്യത്തിന് ഗുണമാക്കി തന്നെയാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മളൊക്കെ തന്നെ തിരിച്ചറിയണം, ലോകത്ത് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെയും ഒരേപോലെ ഒരേ സമയത്ത്, അതായത് ഒരു വ്ളാഡിമിർ പുടിനെ കണ്ട് അത് കഴിഞ്ഞ് ആഴ്ചകൾക്കുള്ളിൽ തന്നെ സെലൻസ്കിയെ യുക്രൈൻ പ്രസിഡന്റിനെയും കാണാൻ സാധിക്കുന്ന ഒരു പ്രധാനമന്ത്രി ലോകത്ത് മറ്റൊരാളുമില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. അത് ലോകത്ത് ചുരുക്കം ചില രാജ്യങ്ങളെ ഉള്ളൂ എന്ന് ശശി തരൂര് തന്നെയാണ് സമ്മതിച്ചിട്ടുള്ളത്. ലോകത്ത് നമ്മുടെ രാജ്യം നിർണായകമായ ഒരു ശക്തിയായി കൊണ്ടിരിക്കുന്നു എന്ന് ഒരു പ്രതിപക്ഷത്തെ MP തന്നെയാണ് തുറന്ന് സമ്മതിച്ചിട്ടുള്ളത്. അതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയുക. ഇനി ഈ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞതിന് ശശി തരൂരിനെതിരെ രാഹുൽ ഗാന്ധി വല്ല നടപടിയും എടുക്കുമോ?